ഇത്തവണ ഒരു പ്ലെയറെ പരിചയപ്പെടുത്താം. ആക്കിബ് നബി എന്നാണ് അയാളുടെ പേര്. ഒരുപക്ഷെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ആക്കിബ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള താരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ദശകമായി ജമ്മു കാശ്മീർ ധാരാളം കഴിവുള്ള ക്രിക്കറ്റർ കളിക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് മികച്ച ബോളേഴ്സിനെ സൃഷ്ടിക്കുന്നുണ്ട്. മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറായ ഇർഫാൻ പത്താൻ അവരുടെ മെന്ററും ആഭ്യന്തര ടീമിൽ കളിച്ചിരുന്ന ആ ഒരു സമയത്ത് കാശ്മീരിന്റെ സാധ്യതകളെക്കുറിച്ച് ആ സമയത്ത് ഏറെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ഈയിടെയാണ് ജമ്മു കാശ്മീരിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി കളിച്ച മുൻ താരമായിരുന്ന പർവേസ് റസൂൽ ഈ അടുത്ത് വിരമിച്ചത്. നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ നിന്നും ദേശീയ ടീമിൽ ഇടം പിടിച്ച ആദ്യ താരമായിരുന്നു പർവേസ് റസൂൽ. 2 രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടുണ്ടായിരുന്നു പർവേസ് റസൂൽ. 2014 ഒരു ഏകദിനത്തിലും 2017 ഒരു T20 മത്സരത്തിലുമായിരുന്നു പർവേസ് കളിച്ചത്. കാശ്മീരിൽ നിന്നും IPL കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും അന്ന് പർവേസിന് തന്നെയായിരുന്നു, സ്വന്തമായിരുന്നു. പൂനെ വാരിയേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ ടീമുകളിൽ അംഗമായിരുന്നു പർവേസ്. ദേശീയ ടീമിന് പുറമെ ആഭ്യന്തര ക്രിക്കറ്റിലും അവസരം ഇല്ലാതായതോടുകൂടിയാണ് സജീവ ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയെന്ന തീരുമാനം കഴിഞ്ഞ മാസം എടുത്തത്. കാശ്മീരിൽ നിന്നുള്ള മറ്റൊരു താരം പേസ് ബോളറായ തന്റെ കന്നി IPL സീസണിൽ തന്നെ 155 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ പന്തെറിഞ്ഞ ഫാസ്റ്റ് ബോളർ ഉമ്രാൻ മാലിക്കാണ്. ഇന്ത്യൻ ക്രിക്കറ്റർ എറിഞ്ഞ ഏറ്റവും വേഗമേറിയ പന്തിന്റെ ഉടമയായി ജമ്മു എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഉമ്രാൻ മാലിക് ആ സമയത്ത് മാറിയിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെ 2021 ഉദയം ചെയ്തുകൊണ്ട് ഇന്ത്യൻ T20 ടീമിൽ ഏകദിന ടീമുകളിൽ അരങ്ങേറ്റം കുറിച്ച് ഏറെ വൈകാതെ പക്ഷേ അസ്തമിച്ചു പോയ ഒരു താരം കൂടിയാണ് ഉമ്രാൻ മാലിക്. IPL വേഗപ്പന്തുകൾക്കൊപ്പം ശ്രീലങ്കയ്ക്കെതിരെയുള്ള T20 മത്സരത്തിൽ അദ്ദേഹം 156 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിഞ്ഞുകൊണ്ട് ആരാധകരെ, ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരുന്നു. 157 കിലോമീറ്റർ വേഗവുമായി IPL റെക്കോർഡും അദ്ദേഹം നേടിയിരുന്നു. 2021 ഒരു കോവിഡ് റീപ്ലേസ്മെന്റായി സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വന്ന ഉമ്രാൻ വെറും 3 മത്സരങ്ങൾ കൊണ്ട് തന്നെ തുടർച്ചയായി 150 കിലോമീറ്ററിന് മുകളിൽ പന്തെറിഞ്ഞുകൊണ്ട് ശ്രദ്ധ നേടുകയുണ്ടായി. ആ സമയത്ത് ഉമ്രാന് ശേഷം ഇപ്പോഴിതാ ഈ ജമ്മു കാശ്മീരിൽ നിന്നും മറ്റൊരു താരം കൂടി ഉയർന്നു വരികയാണ്. ആക്കിബ് നബി എന്നാണ് പേര്. നേരത്തെ പറഞ്ഞതുപോലെ 29കാരനായ ഫാസ്റ്റ് ബോളർ വളരെ വൈകിയാണ് ക്രിക്കറ്റ് ലോകത്ത് ശ്രദ്ധ നേടാൻ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഫോമിൻ്റെ ഒരു പീക്കിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം വിക്കറ്റുകൾ വാരിക്കൂട്ടുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിനം രഞ്ജിയിൽ ഡൽഹിക്കെതിരെ 2ാം ഇന്നിംഗ്സിൽ ആക്കിബ് നബിയുടെ 5 വിക്കറ്റ് നേട്ടത്തോടെ ഡൽഹിക്കെതിരെ ജമ്മു കാശ്മീർ അവരുടെ ആദ്യ രഞ്ജി ട്രോഫി വിജയം രേഖപ്പെടുത്തിയപ്പോൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കാശ്മീരിന്റെ വിജയത്തോടൊപ്പം തന്നെ നബിയുടെ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ആയിരുന്നു, പന്തുകളായിരുന്നു. റൈസിംഗ് ഫ്രം ഹംബിൾ ബിഗിനിങ്സ്, ഹി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഹാർഡ് വർക്ക് ആൻഡ് ടാലന്റ് ക്യാൻ കോൺകർ ഓൾ. ഹിസ് ടൈം ടു റൂൾ ദ ക്രിക്കറ്റിംഗ് വേൾഡ് ഈസ് നിയർ എന്ന് തന്നെ പറയാം. 2024-25 സീസണിൽ ജമ്മു കാശ്മീർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആക്കിബ് നബിയുടെ പ്രകടനമാണ്, ആക്കിബ് നബിയുടെ പന്തുകളാണ്. ഒരു ഹാട്രിക് ഉൾപ്പെടെയാണ് അദ്ദേഹം ഈ 44 വിക്കറ്റുകളും നേടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന പേസറായി അദ്ദേഹം മാറുന്നു ഈ സീസണിൽ. അതിനൊപ്പം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ 2ാമത്തെ കളിക്കാരനുമായിരുന്നു അദ്ദേഹം. 13 എന്ന ഒരു ഫ്രീക്ക് ശരാശരിയിൽ 30.47 എന്ന സ്വപ്ന സമാന സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തിയതെന്നത് ആ ഒരു നേട്ടത്തെ കൂടുതൽ അവിശ്വസനീയമാക്കുകയും ചെയ്യുന്നുണ്ട്. നബിക്ക് നല്ല പേസ് കൂടിയുണ്ട്. സ്ഥിരമായി 140 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേഗതയിൽ അദ്ദേഹത്തിന് പന്തെറിയാൻ കഴിയുന്നുണ്ട്. പന്ത് ഇരുവശത്തേക്കും സ്വിങ് ചെയ്യാനുള്ള അസാധാരണമായ കഴിവുണ്ട്. യഥാർത്ഥ പേസിൻ്റെയും സ്വിങ്ങിൻ്റെയും ഒരു മാരകമായ സംയോജനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയുടെ പരിചയസമ്പന്നരായ ബാറ്റ്സ്മാൻമാരെ അവർക്ക് മുമ്പുള്ള മറ്റു പല ബാറ്റിംഗ് യൂണിറ്റുകളെയും പോലെ നബിയുടെ പന്തുകൾ കൊണ്ട് തകർത്തു വിട്ടത്. ഇതിനൊപ്പം ബാറ്റ് കൊണ്ടും അദ്ദേഹം തിളങ്ങുന്നുണ്ട്. നിലവിൽ 200-ലേറെ റൺസ് അദ്ദേഹം ഈ സീസണിൽ ഇതിനകം സ്കോർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മികച്ച നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആക്കിബ് നബിക്ക് ഇതുവരെ ഇന്ത്യ A ടീമിലേക്ക് പോലും വിളി ലഭിച്ചിട്ടില്ല. വൈകാതെ തന്നെ ഡെയിൽ സ്റ്റെയിനെ ആരാധിക്കുന്ന ആക്കിബ് നബിക്ക് അതും ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതുവരെയായി 35 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 120 വിക്കറ്റുകളാണ് നബി വീഴ്ത്തിയിട്ടുള്ളത്. 2019-20 രഞ്ജി ട്രോഫിയിലാണ് ആക്കിബ് നബി തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചത്. ജാർഖണ്ഡിനെതിരെ 5 വിക്കറ്റ് നേട്ടത്തോടെ ആ സമയത്ത് തന്നെ അദ്ദേഹം ശ്രദ്ധ നേടുകയുണ്ടായി. അതിനുശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വിവിധ ടൂർണമെന്റുകളിൽ ജമ്മു കാശ്മീരിനെ പ്രതിനിധീകരിക്കുകയുണ്ടായി. അണ്ടർ-19 ലെവലിൽ കൂച്ച് ബിഹാർ ട്രോഫി, അണ്ടർ-23 കളിക്കാർക്കുള്ള കേണൽ CK നായിഡു ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, രഞ്ജി ട്രോഫി തുടങ്ങിയ എലൈറ്റ് മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം ഈ കാലയളവിലൊക്കെയും നടത്തുകയുണ്ടായി. കാശ്മീരിലെ ബാരമുള്ള പ്രദേശത്ത് നിന്നായതിനാൽ ബാരമുള്ള എക്സ്പ്രസ് എന്ന വിളിപ്പേരുമുണ്ട് ആക്കിബ് നബിക്ക്. തീർച്ചയായും വരുംകാലങ്ങളിൽ ഈ എക്സ്പ്രസ് ഇന്ത്യക്കായി അരങ്ങേറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
നന്ദി.